ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 109/2025 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഉണ്ണിയാടി ചരിതം എഴുതിയത് ആരാണ്? ഉണ്ണിയാടി ചരിതം എഴുതിയത് ദാമോദര ചാക്യാർ. ബഹിഷ്കൃത് ഭാരത് എന്ന ജേണൽ ആരംഭിച്ചത് ആരാണ്? BR അംബേദ്കർ. വിപ്ലവകാലത്ത് ബോൾഷെവിക്കുകളുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? സമാധാനം, ഭൂമി, അപ്പം. വിപ്ലവകാലത്തെ ബോൾഷെവിക്കുകളുടെ പ്രധാന മുദ്രാവാക്യം സമാധാനം, ഭൂമി, അപ്പം. ദേശീയ സുരക്ഷാ സേന ഏത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ദേശീയ സുരക്ഷാ സേന അതായത് NSG പ്രവർത്തിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ്. താഴെ പറയുന്ന ഏത് മർത്തവലയത്തിലാണ് ശാന്തമായ വായുചലനങ്ങളുള്ള പ്രദേശമായ ഡോൾഡ്രംസ് കാണപ്പെടുന്നത്? ഡോൾഡ്രംസ് കാണപ്പെടുന്നത് ഭൂമധ്യരേഖ താഴ്ന്ന മർത്തവലയത്തിൽ. താഴെ പറയുന്ന നദികൾ പരിഗണിക്കുക. ശരാവതി, താപ്തി, നർമ്മദ, വൈഗ. ഇതിൽ വിള്ളൽ താഴ്വരയിൽ ഒഴുകുന്ന നദികൾ ഏതെല്ലാം? അത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ B ആണ് 2ഉം 3ഉം, അതായത് താപ്തിയും നർമ്മദയും. താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഏറ്റവും പുരാതന ജലസേചന പദ്ധതി ഏതാണ്? പീച്ചി ജലസേചന പദ്ധതി. ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ ശുഭാംശു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ C, ആക്സിയം ദൗത്യം 4. പഞ്ചവത്സര പദ്ധതിയും അതിൻ്റെ ലക്ഷ്യവും തമ്മിൽ ശരിയായ പൊരുത്തമില്ലാത്തത് താഴെ തന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ A. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകാല ആസൂത്രണ കമ്മീഷൻ്റെ പങ്കിൽ നിന്ന് നീതി ആയോഗിൻ്റെ പങ്കിനെ ശരിയായി വേർതിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ B. സഹകരണ ഫെഡറലിസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് താഴെത്തട്ടിൽ നിന്നുള്ള ആസൂത്രണ സമീപനമാണ് നീതി ആയോഗ് പിന്തുടരുന്നത്. അതേസമയം ആസൂത്രണ കമ്മീഷൻ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരു മാതൃകയാണ് പിന്തുടരുന്നത്. രാജ്യത്ത് മൂലധന വസ്തുക്കളുടെ GST നിരക്ക് എത്രയാണ്? ആൻസർ ഓപ്ഷൻ D, 18%. രാജ്യത്തെ മൂലധന വസ്തുക്കളുടെ GST നിരക്ക് 18%. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം നേടിയ സംസ്ഥാനങ്ങൾ ഏതാണ്? പഞ്ചാബും ഹരിയാനയും. അതായത് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം നേടിയ സംസ്ഥാനങ്ങൾ പഞ്ചാബും ഹരിയാനയും. ഭരണപരമായ അതിരുകടപ്പ് തടയുന്നതിനായി കേരളം നിയുക്ത നിയമനിർമ്മാണത്തിൻ്റെ ഉപയോഗത്തെയും നിലവിലുള്ള ഭരണഘടനാപരമായ സുരക്ഷയെയും കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ A, 1ഉം 4ഉം മാത്രമാണ് ശരി. ദുരന്ത നിവാരണത്തോടുള്ള കേരളത്തിൻ്റെ സമീപനം ബഹുതല സ്ഥാപന ഘടനയെയും വികസന ആസൂത്രണവുമായുള്ള സംയോജനത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ഭരണസ്ഥാപനങ്ങളെയും അവയുടെ റോളുകളെയും കാണിക്കുന്ന താഴെ പറയുന്ന പട്ടിക പരിഗണിക്കുക. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ ഓപ്ഷൻസ് വെച്ച് ആൻസർ ഓപ്ഷൻ B ആണ് ശരി. അതായത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാതല പ്രതികരണ പദ്ധതികൾ അനുമതി നൽകുന്നതിനുള്ള അന്തിമാധികാരം. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ കളക്ടർ നയിക്കുകയും പ്രാദേശിക തന്ത്രങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സേനയുമായി ഏകോപിപ്പിക്കുക. അടുത്തത് സംസ്ഥാന ആസൂത്രണ ബോർഡ് സംസ്ഥാന ആസൂത്രണത്തിലേക്ക് ദുരന്ത സാധ്യത ലഘൂകരണം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. അതായത് എല്ലാം നേരെ കിടക്കുന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത്, കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് കാർഷിക ഘടനയിൽ മാറ്റം വരുത്തുന്നതിൽ വിജയിച്ചെങ്കിലും ആനുപാതികമായ ഗ്രാമീണ വ്യവസായവൽക്കരണമോ തൊഴിൽ വളർച്ചയോ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടതിൻ്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ C. ഭൂപരിഷ്കരണങ്ങൾ അസാന്നിധ്യ ഭൂ ഉടമസ്ഥതയെ ഇല്ലാതാക്കി, പക്ഷേ ദീർഘകാല ഗ്രാമീണ സാമ്പത്തിക തന്ത്രവുമായി സംയോജിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെയും പരിമിതികളെയും പരാമർശിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. താഴെ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതാണ് ശരിയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻസർ ഓപ്ഷൻ A ആണ് 2ഉം 3ഉം മാത്രമാണ് ശരി. KSPBയുടെ അതായത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ പങ്കാളിത്ത ആസൂത്രണം ഉറപ്പാക്കുന്നു, പക്ഷേ അത് നടപ്പിലാക്കുന്നതിനുള്ള നിയമപരമായ അധികാരങ്ങളെ തകർക്കുന്നു. KSPBയുടെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്ന് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളെ സംസ്ഥാനത്തിൻ്റെ വാർഷിക പദ്ധതികളുമായി യോജിപ്പിക്കുക എന്നതാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. കേരളത്തിൻ്റെ ഈ ഗവേണൻസ് സമീപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന തലത്തിൽ അതിൻ്റെ ആപേക്ഷിക വിജയത്തിന് കാരണമായ പ്രധാന ഘടകങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത്? ഇതിൽ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിലേതാണ് കറക്റ്റ് എന്നായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ആൻസർ ഓപ്ഷൻ A ആണ് 1ഉം 2ഉം 4ഉം മാത്രം. അതായത് വികേന്ദ്രീകൃത ആസൂത്രണ പ്രക്രിയകളുമായി ഈ ഗവേണൻസിൻ്റെ സംയോജനം,
ഈ ഇൻഫർമേഷൻ കേരള മിഷൻ പോലുള്ള സ്വയംഭരണ ഏജൻസികളിൽ നിന്നുള്ള ശക്തമായ സാങ്കേതിക പിന്തുണ, പൗരസേവനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സജീവ പങ്കാളിത്തം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 കേരള സർക്കാർ കാലാവസ്ഥ പ്രതിരോധ കേരള ഇനീഷ്യേറ്റീവ് ആരംഭിച്ചു. ഇത് സംസ്ഥാനത്തിൻ്റെ ദുരന്ത സാധ്യത കുറയ്ക്കൽ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയുമായി യോജിക്കുന്നു. കേരളത്തിൻ്റെ ഭരണത്തിൻ്റെയും ആസൂത്രണ സംവിധാനത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഈ സംരംഭത്തെപ്പറ്റി താഴെ പറയുന്ന സവിശേഷതകളിൽ ഏതാണ് ശരിയായി വിവരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1, 3, 4. 1. കാലാവസ്ഥ പൊരുത്തപ്പെടൽ തന്ത്രങ്ങളെ ഇത് നേരിട്ട് തദ്ദേശ സ്വയംഭരണ തല പദ്ധതികളിലേക്ക് സംയോജിപ്പിക്കുന്നു. ദുരന്ത സാധ്യതയുള്ള മേഖലകൾക്കുള്ള നീർത്തട അധിഷ്ഠിത വികസനത്തിനും പ്രകൃതി അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങൾക്കും ഇത് ഊന്നൽ നൽകുന്നു. അടുത്തത്, ജില്ലാതല ആസൂത്രണത്തിൽ കാലാവസ്ഥാ ദുർബലത സൂചികയുടെ ഉപയോഗം ഇത് നിർബന്ധമാക്കുന്നു. ക്യോട്ടോ പ്രോട്ടോക്കോളിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ 1ഉം 2ഉം മാത്രം. ഹരിതഗ്രഹ വാതക ഉദ്വമനം കുറയ്ക്കുന്നതിന് അതിൻ്റെ കക്ഷികളെ പ്രതിജ്ഞാബദ്ധരാക്കുന്ന ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. ഇത് 1997 അംഗീകരിക്കുകയും 2005 പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ ഹൃദയപേശി കോശങ്ങളുടെ ഗുണവിശേഷങ്ങൾ നൽകിയിരിക്കുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണെന്ന് ക്വസ്റ്റ്യൻ. ആൻസർ 1ഉം 4ഉം ശരിയല്ല. അപ്പോൾ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഇതുവരെയുള്ളതും അനിയന്ത്രിതവുമാണ്. ഇത് ഓട്ടോമാറ്റിക് നാഡീനാരുകളാൽ സജ്ജീകരിച്ചിരിക്കുന്നു. അത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ബാക്കി രണ്ടും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിറ്റാമിനുകളും അവയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളും അടങ്ങിയ പട്ടിക പരിഗണിക്കുക. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരി? ഏതാണ് ശരിയായ കോമ്പിനേഷൻ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻസർ ഓപ്ഷൻ എ ആണ്. അമിനോ ആസിഡുകളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം. ഗ്ലൈസിൻ ഏറ്റവും ചെറിയ അമിനോ ആസിഡാണ്. സിസ്റ്റീൻ, മെഥിയോനിൻ എന്നിവ സൾഫർ അടങ്ങിയ അമിനോ ആസിഡുകളാണ്. അത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രമേഹത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? 3 പ്രസ്താവനകളുണ്ട്. അതിൽ ആദ്യത്തെ 1ഉം 2ഉമാണ് ശരി. 1. ദീർഘകാലത്തേക്ക് ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കാണപ്പെടുന്ന ഒരു ഉപാപചയ വൈകല്യമാണ് പ്രമേഹം. പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ ഓട്ടോൺ ഇമ്മ്യൂൺ നാശം മൂലമാണ് ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കാല അൾസർ രോഗം മൂലമുണ്ടാകുന്നത് ലീഷ്മാനിയ ഡോണോവാനി. കാല അൾസർ രോഗം മൂലമുണ്ടാകുന്നത് ലീഷ്മാനിയ ഡോണോവാനി. അടുത്തത് ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ എല്ലാം ശരിയാണ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്: നയനാമൃതം 2.0 കേരള സർക്കാരിൻ്റെ ഒരു AI പവർ നേത്ര പരിശോധനാ സംരംഭമാണ്. ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുലാർ ഡീജനറേഷൻ തുടങ്ങിയ രോഗങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ആദ്യത്തെ സർക്കാർ AI സഹായത്തോടുള്ള സ്ക്രീനിംഗ് പ്രോഗ്രാമാണിത്. റെമിഡോയുടെ AI സാങ്കേതികവിദ്യ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി സൗകര്യം, കാര്യക്ഷമത, ചെലവ്, ഫലപ്രാപ്തി എന്നിവ വർദ്ധിപ്പിക്കുന്ന നയനാമൃതം 2.0. എക്സും വൈയും നെഗറ്റീവ് അല്ലാത്ത പൂർണ്ണസംഖ്യകളാണ് എങ്കിൽ 5x + 8y എന്ന രൂപത്തിലില്ലാത്ത ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 27. എയ്ക്ക് ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. ബിക്ക് അതേ ജോലി 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. ബി 5 ദിവസം കൊണ്ട് ജോലി ആരംഭിക്കുകയും തുടർന്ന് എ ജോലി പൂർത്തിയാക്കുകയും ചെയ്യുന്നു. എ എത്ര ദിവസം ജോലി ചെയ്തു? ആൻസർ ഓപ്ഷൻ ഡി 7. 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 72 കിലോമീറ്റർ മണിക്കൂർ വേഗതയിൽ ഓടുന്നു. ഒരേ ദിശയിൽ 6 കിലോമീറ്റർ മണിക്കൂർ വേഗതയിൽ ഓടുന്ന ഒരാളെ മറികടക്കാൻ എത്ര സമയമെടുക്കും? ആൻസർ ഓപ്ഷൻ എ 8.2 സെക്കൻഡ്. എ, ബി എന്നീ 2 പട്ടണങ്ങൾ 120 കിലോമീറ്റർ അകലത്തിലാണ്. ഒരു കാർ എയിൽ നിന്ന് ബിയിലേക്ക് മണിക്കൂറിൽ 55 km/h വേഗതയിൽ ആരംഭിക്കുന്നു. അതേസമയം മറ്റൊരു കാർ ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 45 km/h വേഗതയിൽ ആരംഭിക്കുന്നു. അവ എപ്പോൾ കണ്ടുമുട്ടും? ആൻസർ ഓപ്ഷൻ ബി 72 മിനിറ്റ്. ഒരു ജ്യാമിതീയ പ്രോഗ്രഷൻ്റെ ആദ്യ 3 പദങ്ങളുടെ ആകെ തുക 21ഉം അവയുടെ ഗുണനഫലം 216ഉമാണെങ്കിൽ പൊതു അനുപാതം എത്ര? ആൻസർ ഓപ്ഷൻ ഡി 2. ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 49. ലയണിനെ PNKQ ആയി കോഡ് ചെയ്താൽ ടൈഗറിൻ്റെ കോഡ് എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ സി TVKIG. സിംഹം മാംസഭോജി, പശു. ആൻസർ ഓപ്ഷൻ സി സസ്യഭുക്ക്.
ഒരു സാധാരണ ക്ലോക്കിൽ പുലർച്ചെ 3:45 മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 157.5. 17⁻103നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 3. സമ്മതമില്ലാതെ ഡാഷിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് ഒരു കുട്ടിയെ പ്രലോഭിപ്പിക്കുന്നയാൾ തട്ടിക്കൊണ്ടു പോകലിന് കാരണക്കാരനായി കണക്കാക്കപ്പെടുന്നു. ആ ഡാഷിൻ്റെ സ്ഥലത്ത് വരുന്നത് ആൻസർ ഓപ്ഷൻ ഡി നിയമപരമായ രക്ഷാധികാരി. താഴെ പറയുന്നവയിൽ ഏതാണ് വ്യക്തിയെ കടത്തൽ കുറ്റകൃത്യത്തിൻ്റെ ഘടകമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി സമ്മതം. മാനസികാവസ്ഥ തകരാറിലായതിനാൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരാൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയില്ലെന്ന് തെളിയിക്കപ്പെടുമ്പോൾ ഭ്രാന്തിനെതിരെ പ്രതിരോധം നൽകാവുന്നതാണ്. ആൻസർ ഓപ്ഷൻ ഡി. താഴെ പറയുന്നവയിൽ ഏതാണ് പിന്തുടരൽ കുറ്റത്തിന് കീഴിൽ വരാത്തത്? ആൻസർ ഓപ്ഷൻ സി ഒരു സ്വകാര്യ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീയുടെ ചിത്രം പകർത്തൽ. സ്വകാര്യ പ്രതിരോധത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി 2, 3, 4 ശരിയാണ്. ശരീരത്തിനും സ്വത്തിനും ഹാനികരമായ കാര്യങ്ങളിൽ സ്വകാര്യ പ്രതിരോധം ലഭ്യമാണ്. പൊതു അധികാരികളുടെ സംരക്ഷണം തേടാൻ സമയമില്ലാത്തപ്പോൾ മാത്രമേ സ്വകാര്യ പ്രതിരോധം ലഭ്യമാകൂ. മാനസികാവസ്ഥയില്ലാത്ത വ്യക്തികൾക്കെതിരെ സ്വകാര്യ പ്രതിരോധം ലഭ്യമാണ്. BNSS വ്യവസ്ഥകൾ പ്രകാരം മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ കുറ്റസമ്മതങ്ങളുടെ കാര്യത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി കുറ്റസമ്മതം രേഖപ്പെടുത്തിയ ശേഷം വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ അയക്കും. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ: കുറ്റസമ്മതം രേഖപ്പെടുത്തുന്നതിന് മുമ്പ് മജിസ്ട്രേറ്റ് വ്യക്തിയെ കുറ്റസമ്മതം നടത്താൻ ബാധ്യസ്ഥനല്ലെന്ന് അറിയിക്കണം. രേഖപ്പെടുത്തിയ കുറ്റസമ്മതം അയാൾക്കെതിരെ തെളിവായി ഉപയോഗിക്കാമെന്ന് മജിസ്ട്രേറ്റ് ആ വ്യക്തിക്ക് മുന്നറിയിപ്പ് നൽകണം. കുറ്റസമ്മതം നടത്തുന്ന വ്യക്തി പ്രസ്താവനയിൽ ഒപ്പിടണം. വാറൻ കേസ് എന്നാൽ വധശിക്ഷ, ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതൽ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യം. FIRന് സാധുവായ ആവശ്യകതയല്ല. ആൻസർ ഓപ്ഷൻ സി കുറ്റകൃത്യത്തിന് ഇരയായയാൾ അത് നൽകണം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം അറിയപ്പെടുന്നതോ അറിയാത്തതോ ആയ ആരെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തുവെന്ന് ആരോപിച്ച് ഒരു മജിസ്ട്രേറ്റിന് വാമൊഴിയോ രേഖാമൂലകമോ നൽകുന്ന ഏതൊരു പ്രസ്താവനയും അറിയപ്പെടുന്നത് പരാതി. താഴെ പറയുന്ന കുറ്റകൃത്യങ്ങളിൽ ഏതാണെന്ന് അറിയാവുന്ന ഒരാൾക്ക് അടുത്തുള്ള മജിസ്ട്രേറ്റിനോ പോലീസ് ഉദ്യോഗസ്ഥനോ വിവരം നൽകേണ്ട ബാധ്യസ്ഥതയുണ്ട്. ആൻസർ ഓപ്ഷൻ ഡി വ്യാജ നാണയങ്ങൾ നിർമ്മിക്കൽ. ഭാരതീയ സാക്ഷ്യ അധിനിവേശം 2023 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ സി കോടതി അനുവദിച്ച വാമൊഴി പ്രസ്താവനകളും ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെയുള്ള രേഖകളും തെളിവിൽ ഉൾപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു സഹപ്രതിയുടെ കുറ്റസമ്മതം അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി ബിയും ഐയും സിയെ കൊലപ്പെടുത്തി എന്ന എയുടെ കുറ്റസമ്മതം എയും ബിയും സംയുക്തമായി കുറ്റം ചുമത്തിയാൽ മാത്രമേ ബിക്കെതിരെ ഉപയോഗിക്കാൻ കഴിയൂ. അടുത്ത ക്വസ്റ്റ്യൻ: നിയമസാധുത പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു കേസിൽ ബിയുടെ നിയമാനുസൃത മകനാണെന്ന് എ അവകാശപ്പെടുന്നു. ബിയുടെ സഹോദരങ്ങളും കസിൻസും എയെ ബിയുടെ മകനായി സ്ഥിരമായി പരിഗണിച്ചിരുന്നുവെന്ന് കോടതി കരുതുന്നു. ഭാരതീയ സാക്ഷ്യ അധിനിവേശം 2023 പ്രകാരം ഈ തെളിവിൻ്റെ സ്വീകാര്യതയെ താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ബന്ധത്തെക്കുറിച്ച് പ്രത്യേക അറിവുള്ള കുടുംബാംഗങ്ങളുടെ പെരുമാറ്റം അത്തരമൊരു ബന്ധത്തിൻ്റെ നിലനിൽപ്പ് കാണിക്കുന്നതിന് പ്രസക്തമാണ്. ഒരു അതിർത്തി തർക്കത്തിൽ ഒരു കക്ഷി സർക്കാർ പുറത്തിറക്കിയ ഒരു ഭൂപടത്തെ ആശ്രയിക്കുന്നു. അത് 2 ഗ്രാമങ്ങൾ തമ്മിലുള്ള വിഭജനം കാണിക്കുന്നു. 2023 ഭാരതീയ സാക്ഷി അധിനിവേശത്തിലെ സെക്ഷൻ 30 പ്രകാരം കോടതി ഈ ഭൂപടത്തെ എങ്ങനെ പരിഗണിക്കും? ആൻസർ ഓപ്ഷൻ എ പൊതുവിൽപ്പനയ്ക്കായി സാധാരണയായി വാഗ്ദാനം ചെയ്യുന്ന പ്രസിദ്ധീകരിച്ച ചാർട്ടുകളിൽ നടത്തിയ പ്രസ്താവനകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഭൂപടം ഒരു പ്രസക്തമായ വസ്തുതയാണ്. പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു പ്രതി കൊലപാതക ആയുധത്തിൻ്റെ സ്ഥാനം വെളിപ്പെടുത്തുന്നു. പരാമർശിച്ച സ്ഥലത്ത് നിന്ന് പോലീസ് ആയുധം വീണ്ടെടുക്കുന്നു. പ്രതിയുടെ മൊഴിയുടെ ഏത് ഭാഗമാണ് ഭാരതീയ സാക്ഷി അധിനിവേശം 2023 പ്രകാരം കോടതിയിൽ സ്വീകാര്യമാകുന്നത്? ആൻസർ ഓപ്ഷൻ ബി കണ്ടെത്തിയ വസ്തുതയുമായി വ്യക്തമായി ബന്ധപ്പെട്ട പ്രസ്താവനയുടെ ഭാഗം മാത്രം. വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയ വിവരങ്ങളുടെ വിഭാഗങ്ങളെ വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്? സെക്ഷൻ 8. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 9 പ്രകാരം ഒരു വിവര അപേക്ഷ ഡാഷ് ആണെങ്കിൽ നിരസിക്കുന്നു. ഇത് പകർപ്പവകാശത്തെ ലംഘിക്കുന്നു. 2025 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11 പ്രധാന ഫോക്കസ് എന്തായിരുന്നു? മൂന്നാം കക്ഷി വിവരങ്ങൾ. സെക്ഷൻ 11 മൂന്നാം കക്ഷി വിവരങ്ങൾ.
ലോക്സഭയിൽ സ്പീക്കറുടെ വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 100. സ്പീക്കറുടെ വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 100. ആർട്ടിക്കിൾ 101 പ്രകാരം ഒരു പാർലമെന്റ് അംഗം എത്ര ദിവസം ഹാജരായില്ലെങ്കിൽ അവരുടെ സീറ്റ് ഒഴിഞ്ഞുകിടക്കുന്നതായി പ്രഖ്യാപിക്കാം? 60 ദിവസം. 101 ഭരണഘടനാ ഭേദഗതി പ്രകാരം ചേർത്ത ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് GST കൗൺസിൽ രൂപീകരിച്ചത്? ആർട്ടിക്കിൾ 279A. ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയെയോ ഇരുസഭകളെയോ അഭിസംബോധന ചെയ്യാൻ കഴിയുക? ആർട്ടിക്കിൾ 86. അടിയന്തരാവസ്ഥ കാലത്ത് വെട്ടിക്കുറച്ച മൗലിക അവകാശങ്ങളുടെ ജുഡീഷ്യൽ അവലോകനത്തിന്റെ അധികാരം പുനഃസ്ഥാപിച്ചത് താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? 44-ാം ഭേദഗതി. ആർട്ടിക്കിൾ 106 പ്രകാരം പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം നിർണ്ണയിക്കാനുള്ള അധികാരം ആർക്കാണ്? നിയമപ്രകാരം പാർലമെന്റ്. 105-ാം ഭരണഘടനാ ഭേദഗതി ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി. ഒബിസികളെ തിരിച്ചറിയാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം പുനഃസ്ഥാപിക്കൽ. ഒരു മൊബൈൽ വരിക്കാരനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന IMSI നമ്പറിൽ എത്ര അക്കങ്ങളുണ്ട്? 15 അക്കങ്ങൾ. ഇന്റർനെറ്റ് മൊബൈൽ സാങ്കേതികവിദ്യയുടെ പശ്ചാത്തലത്തിൽ GPS എന്ന ചുരുക്കെഴുത്ത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം. GPSന്റെ ഫുൾ ഫോം ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം. താഴെ പറയുന്നവയിൽ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്സ് ഒരു വകഭേദം ആണ്. ആൻസർ ഓപ്ഷൻ എ. കമ്പ്യൂട്ടർ സോഴ്സ് കോഡിൽ കൃത്രിമം കാണിക്കുന്നതിനെക്കുറിച്ച് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വകുപ്പ് സെക്ഷൻ 65. താഴെ പറയുന്ന കേസുകളിൽ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി ATM സ്വന്തമായ ഒരു കമ്പ്യൂട്ടർ അല്ലെന്നും ATMകൾ ഉപയോഗിക്കുന്ന വ്യക്തി ആവശ്യപ്പെടുന്ന ജോലികൾ നിർവഹിക്കുന്ന ഒരു കമ്പ്യൂട്ടറുമായി ഇത് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും നിരീക്ഷിച്ചു. ആൻസർ ഓപ്ഷൻ എ. ഡൈബോൾഡ് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് വേഴ്സസ് വാണിജ്യ നികുതി കമ്മീഷണർ. ഏത് നവ ഫ്രോയിഡിയനാണ് സാമൂഹിക ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ലൈംഗിക പ്രേരണകളിലുള്ള ഫ്രോയിഡിന്റെ പ്രസക്തി കുറിക്കുകയും ചെയ്തത്? ആൽഫ്രഡ് അഡ്ലർ. Find the name of the part of speech given in bold in the given sentence from the following options. I will never follow you. Answer option B. Adverb. Never adverb. അടുത്ത ക്വസ്റ്റ്യൻ. Correct the given sentence by choosing the suitable verb form from the following options. The girls and boys of class 5 who have registered for the study tour have requesting for leave since yesterday. Have requesting ആണ് ബോൾഡായിട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആൻസർ have been requesting. Identify compound complex sentence from the following. Answer option D. My friend who was in Dubai came yesterday and he gave me some gift. Choose the correct sentence from the following. If you had come, I would have joined. Fill in the blanks by using the correct prepositions from the options. He fought his life the whole day. Answer option C. 4. Use the appropriate collective noun from the options to complete the given sentence. She found dash of arrows inside the cabin. Answer option D. Quiver. How many words given below are compound words? Ice cream, sailboat, rainfall, backyard, football, butterfly. Answer option B. All. The strike was dash. Find the appropriate phrasal verb from the following to fill in the blanks. Answer option D. Called off. She had to bite the bullet during her training period. Here the idiom in bold means bite the bullet means unpleasant situation. Find out the correctly spelled word from the following. Answer option C. Acquaintance. Spelling ACQUAINTANCE. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദമേത്? ആൻസർ ഓപ്ഷൻ സി. വിമ്മിട്ടം. അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി. ഇലയിട്ട് ചവിട്ടുക. അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഇലയിട്ട് ചവിട്ടുക. മഹത് പ്ലസ് ചരിതം എന്നത് ശരിയായി ചേർത്തെഴുതുന്നത് എങ്ങനെ? മഹചരിതം. മഹത് പ്ലസ് ചരിതം മഹച്ചരിതം. വണ്ട് എന്ന അർത്ഥം വരാത്ത പദമേത്? പിപീലിക. വണ്ട് എന്ന അർത്ഥം വരാത്ത പദം പിപീലിക. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യമേത്? ആൻസർ ഓപ്ഷൻ സി. വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട്. ഗർഹണീയം എന്നതിൻ്റെ ശരിയായ വിപരീത പദമേത്? സ്പൃഹണീയം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദമേത്? നമ്മൾ. കൊലയാനയുള്ളപ്പോൾ കുഴിയാന മർദ്ദിക്കുക എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയമെന്ത്? ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക.
ദിക്മുഖം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ദിക് പ്ലസ് മുഖം. ബ്രേവിറ്റി എന്ന പദത്തിൻ്റെ ശരിയായ മലയാള അർത്ഥം? സംക്ഷിപ്തത.